ശ്രീ ഫാദർ സാമുവലാണ് കോഴിക്കോട് നിന്ന്. ഫാദർ സാമുവൽ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? ഒന്നാമത് കണക്ഷൻ കിട്ടാൻ ഭയങ്കര പ്രയാസമുണ്ട്. ഒരുപാട് ആളുകൾ വിളിക്കുന്നതല്ലേ, പ്രത്യേകിച്ച് ഇത്തരം രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും, അതുവരെ കിട്ടാൻ പ്രയാസവും. ഞാൻ പറയാൻ വരുന്നത്, കോടതി വിധികൾ ഹൈക്കോർട്ടായാലും സുപ്രീം കോർട്ടായാലും ചിലത് അനുകൂലമാവും, ചിലത് പ്രതികൂലമാവും, അത് സ്വാഭാവികം. പക്ഷേ പ്രതികൂലമാകുമ്പോൾ സുപ്രീം കോടതിയിൽ പോകാൻ അവർക്ക് പൈസയുണ്ട്, ഖജനാവിന് പൈസ ഉണ്ടല്ലോ, എടുത്തിട്ട് പോകും. ഇതൊക്കെ സാധാരണ നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ എനിക്ക് പറയാനായിട്ടുള്ളത്, ഏതൊരു സർക്കാർ ആയാലും ഭവന സന്ദർശനായാലും ഇങ്ങനെയുള്ള ഡാറ്റ കളക്ഷൻ ആയാലും അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ പറയുന്നതായാലും ഇതൊക്കെ ഭരണത്തിന്റെ ആരംഭഘട്ടത്തിലായാൽ നല്ലത്. ഒന്നത്. രണ്ടാമത്, ജനത്തിന് പ്രയോജനമുള്ള കാര്യങ്ങൾ വേണം അവർ ഇങ്ങനെ കൊണ്ടുവരാൻ തക്കവണ്ണം. ജനത്തിന് പ്രയോജനകരമാണോ എന്നാൽ നമുക്ക് സ്വാഗതം ചെയ്യാം. അല്ലാതെ അവർക്ക് വീണ്ടും ഭരിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ മാത്രമാണ് ഇലക്ഷനെ മുൻനിർത്തിയാണെങ്കിൽ അത് സ്വീകരിക്കാൻ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. കാരണം അതല്ല ജനം പ്രതീക്ഷിക്കുന്നത്. ജനത്തിന് പ്രയോജന കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതാണ് ഭവന സന്ദർശനം കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടോ ഉദ്ദേശിക്കുന്നതെങ്കിൽ നല്ലത്. കോടതി വിധികൾ ചിലപ്പോൾ അനുകൂലമാവും, പ്രതികൂലമാകും. ഓക്കെ, ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ഉണ്ണികൃഷ്ണനാണ് പാലോട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ഉണ്ണികൃഷ്ണൻ. അതെ, പാലോട് നിന്ന് ഉണ്ണികൃഷ്ണനാണ് സാർ. ശരി, ഓക്കെ. പാലോട് നിന്ന് ഉണ്ണികൃഷ്ണൻ. നമുക്ക് പോത്തങ്കോട് നിന്ന് ഒരു ഉണ്ണികൃഷ്ണൻ നമ്മളെ സ്ഥിരമായി വിളിക്കുന്ന ഉണ്ണികൃഷ്ണനുണ്ട്. ശ്രീ പാലോട് നിന്നുള്ള ഉണ്ണികൃഷ്ണൻ, താങ്കൾ പറഞ്ഞോളൂ. സാറേ, ഞാനൊരു കെയർ ടേക്കറാണ്. 94 74 വയസ്സുള്ള 2 വൃദ്ധന്മാരെ ആരും ആശ്രയമില്ലാത്തവരെ നോക്കുന്നതാണ്. അവർക്ക് പൂർണ്ണമായും ബ്ലൈൻഡ് ആണ്. ഒരാള് അത്യാവശ്യം ബുദ്ധി മാന്ദ്യം സംഭവിച്ച ഒരാളാണ്. പക്ഷേ അവർക്ക് ഈ ഫോൺ നോക്കാനോ സംസാരിക്കാനോ കഴിയില്ല. അങ്ങനെ എന്റെ ഫോണിലാണ് അവർക്ക് 4 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ പെൻഷൻ എടുത്തു കൊടുത്തത്. പറഞ്ഞോളൂ. അങ്ങനെ ഞാൻ എടുത്തു കൊടുത്തപ്പോ ഈ 4 മാസം കൊണ്ട് അവർക്ക് കൃത്യമായി പെൻഷൻ കിട്ടണോണ്ട് 1600 രൂപയായിരുന്നു. 2000 രൂപ അവർക്ക് പെൻഷൻ കിട്ടി. അങ്ങനെ എനിക്കൊരു മെസ്സേജ് വന്നു. സാർ, ഞാനൊരു സാധാരണക്കാരനാണ്, എന്റെ ഡാറ്റ എങ്ങനെ ചോർത്തി എന്നെ എങ്ങനെ നശിപ്പിക്കും സാർ? എനിക്കത് മനസ്സിലാവണില്ല. ശരി, ഓക്കെ. താങ്കൾ അങ്ങനെ എന്താണെന്ന് എനിക്ക് വ്യക്തമായില്ല. ശ്രീ സലീമാണ് മലപ്പുറത്ത്. ശ്രീ സലീം, നമസ്കാരം. നമസ്കാരമുണ്ട്. മലപ്പുറത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? അതെ, മലപ്പുറം പാണക്കാട് നിന്ന്. ഓക്കെ, പറഞ്ഞോളൂ. ഈ നമ്മുടെ സ്വകാര്യത എന്ന് പറയുന്നത് വെറും ഒരു ഊതി വീർപ്പിച്ച ബലൂൺ മാത്രമാണ്. ഇന്നത്തെ കാലത്ത് അതിന് യാതൊരു പ്രാധാന്യമില്ല. കാരണം എല്ലാവരുടെ കയ്യിലും നമ്മളെ ഡാറ്റ ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ടാമത്തെ കാര്യം, ഒരു സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി ഒരു പദ്ധതി അവതരിപ്പിച്ചാല് അതിന്റെ ഗുണം ജനങ്ങൾക്ക് കിട്ടിയോ, ജനങ്ങൾ ആ പദ്ധതിയെ കുറിച്ച് മനസ്സിലാക്കിയോ എന്നറിയാൻ എന്താണ് മാർഗമുള്ളത്? അടുത്ത തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കണം എന്നാണ് പറയുന്നത്. ഒരു സർവേ നടത്തിയിൽ യാതൊരു കുഴപ്പവും ഇല്ല എന്നാണ് എന്റെ അഭിപ്രായം. ശരി, അല്പം മുമ്പ് ഫാദർ സാമുവൽ പറഞ്ഞത് താങ്കൾ കേട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു സർക്കാർ അധികാരത്തിൽ നിന്ന് ഇറങ്ങാൻ പോകുമ്പോഴാണോ ജനങ്ങളുടെ അഭിപ്രായം തേടേണ്ടത്? അതിന് മുമ്പായിരുന്നു ഇത്തരം അഭിപ്രായങ്ങൾ തേടേണ്ടത്? അല്ല, ആയിക്കോട്ടെ, അടുത്ത തെരഞ്ഞെടുപ്പ് ഇതൊക്കെ ഉണ്ടാക്കാനുള്ളതല്ലേ. അതിന് മുമ്പായിട്ട് പ്രിപ്പയർ ചെയ്യാനായിരിക്കും നല്ലതാണ്. നല്ല കാര്യമല്ലേ? ശരി, ഓക്കെ. എന്ത് കാര്യമുണ്ടായിക്കോട്ടെ, അതൊക്കെ നടക്കുമോ നടക്കാതിരിക്കുകയോ ചെയ്തോട്ടെ. ശ്രീരാജനാണ് പയ്യോളിൽ നിന്ന്. ശ്രീരാജൻ, താങ്കൾക്ക് പറയാം. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ് സാറേ. ഈ കേസിന് തുടർച്ചയായിട്ട് ഇങ്ങനെ പൈസ ചെലവാക്കുന്ന പൈസ ഇവിടുത്തെ ദരിദ്രമായ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ലേ ഗവൺമെന്റ് നോക്കണ്ടേ? ശ്രീരാജൻ, ഈ ദരിദ്രമായ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാന്നൊക്കെ പറഞ്ഞാൽ ഈ കേസിനൊക്കെ വേണ്ടി അതൊരു ബാലിശമായ വാദം മാത്രമാണ്. നമുക്ക് പലപ്പോഴും കേസിന് വേണ്ടി ചിലപ്പോൾ കേസിന് വേണ്ടി കൂടിയാൽ 5-6 കോടി രൂപ ആയിരിക്കും. ചിലപ്പോൾ ഞാൻ എക്സാക്ട് പറയുകയാണ്, അത്രയും കോടി രൂപ ആയിരിക്കും. ഈ കേസൊന്നും അത്രയും കോടിയൊന്നും ആവില്ല. അങ്ങനെ ചെലവഴിക്കുന്നത് 5-6 കോടി രൂപ കൊണ്ട് ഈ കേരളത്തിലെ മുഴുവൻ പേരുടെ ദാരിദ്ര്യം മാറ്റാനോ മറ്റോ നടക്കാതെ ഇതിനെല്ലാം ഒരുമിച്ച് പോകേണ്ടതാണ്. ഒരു സർക്കാർ ആകുമ്പോൾ കേസ് വന്നാൽ കേസ് നടത്തേണ്ടി വരും. അല്ലാതെ ഒരു കേസ് വരുമ്പോൾ കേസിന് ഞങ്ങൾ പൈസ ചെലവാകും എന്ന് പറഞ്ഞ് കേസിന് മാറി നിൽക്കാൻ കഴിയും. ഇങ്ങനെ വക്കീലിനെ കൊടുത്തിട്ടാണ് ഭരണം നടത്തേണ്ടത്. ഈ ഇത് തട്ടിപ്പല്ലേ? അതിനെന്താണ് ശ്രീരാജൻ കുഴപ്പം? ഒരു സർക്കാർ കേസ് വന്നാൽ സുപ്രീം കോടതിയിൽ പോകുമ്പോൾ കൊള്ളാവുന്ന വക്കീൽ, അതിന് ഏത് സർക്കാരായാലും കൊള്ളാവുന്ന കൂടുതൽ പണം കൊടുത്ത് ചിലപ്പോൾ നല്ല വക്കീലിനെ ഇറക്കേണ്ടി വരും. അതൊക്കെ സ്വാഭാവികമാണ്.
അല്ല, കോടികൾ ചെലവാക്കുമ്പോ ഇത് പാവപ്പെട്ട അതിനെന്താണ് കുഴപ്പം? പാവപ്പെട്ട പൈസ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി തന്നെയല്ലേ ഈ കോടികൾ ചെലവഴിക്കുന്നത്? പാവപ്പെട്ട എന്നാ പിന്നെ ക്ഷേമനിധി ബോർഡിലെ പൈസ എത്ര ബാക്കിയുണ്ട്? ശ്രീ രാജൻ, അതൊന്നുമല്ല. ഇപ്പോഴെന്തിനാണ് സർവേ നടത്തുന്നത്? ഞാൻ അതിന്റെ ഏതെങ്കിലും രാഷ്ട്രീയത്തിന്റെ പറയല്ലേ, ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചോട്ടെ, ആ സർക്കാരിനെതിരെ ഒരു വിധി വന്നാൽ ആ നാട്ടിലെ ജനത്തിന്റെ എതിരെ കൂടിയാണ്. അപ്പോൾ ആ വിധിക്ക് അനുകൂലമായ വിധി ഉണ്ടാക്കാൻ വേണ്ടി അവർ സുപ്രീം കോടതിയെ സമീപിക്കും. ചിലപ്പോൾ തോറ്റുപോകും, ചിലപ്പോൾ ജയിക്കും. അതൊക്കെ സ്വാഭാവികമാണ്. അതിന് പണം ചെലവാകും. അതിന് പണം ചെലവാകുന്നതുകൊണ്ട് ആ പണം ഒന്ന് ഒഴിവാക്കി കണ്ടാൽ മറ്റു കേരളത്തിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാന്നൊക്കെ പറയുന്നതിൽ ഒരു കാര്യമില്ല. സാർ, ഗവൺമെന്റിന്റെ പൈസ എത്ര കൊലക്കേസിന് ഗവൺമെന്റിന്റെ പൈസ എടുത്തിട്ട് പോയിന്ന്? ശ്രീ രാജൻ, ഏത് പൈസ എടുക്കുന്നതിനും സർക്കാരിന് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ അവർക്ക് ചെയ്യേണ്ടി വരും. അത് ഏത് സർക്കാരായാലും ചെയ്യേണ്ടി വരും. കൊന്ന കേസിന് സർക്കാരാണോ കോടതി പോണ്ടേ? ഈ കേസിന് പിന്നെ സർക്കാരല്ലാതെ ആരാ കോടതി പോകേണ്ടത്? കേസല്ല, പല കേസിന് കോടതിയിലേക്ക് പല കേസല്ല ചർച്ച ചെയ്യുന്നത്. ഈ കേസിന് പോകേണ്ട സർക്കാരല്ലാതെ വേറെ ആരാ? സർക്കാർ പോകേണ്ട കേസിന് സർക്കാർ പോയത് പിന്നെ അത് അഡ്വക്കേറ്റ് എന്താന്ന് പിന്നെ വലിയ കോൺഗ്രസിന്റെ നേതാവാണല്ലോ അയാള്, കപിൽ സിബല. എന്താ അയാളെ പേര്? കപിൽ സിബൽ. അയാൾക്ക് എത്ര കോടിയാണ് ഒരു സിറ്റിങ്ങിന്? എത്ര ലക്ഷങ്ങൾ? എത്ര കോടിയാണെന്ന് വെച്ചാൽ അത് കൊള്ളാവുന്ന വക്കീലാകുമ്പോൾ ചിലപ്പോൾ അങ്ങനെ കൊടുക്കേണ്ടി വരും. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? ഒരാളെ കൊണ്ട് സുപ്രീം കോടതി പോകാൻ കഴിയുമോ? പാവപ്പെട്ടവന്റെ നീതി പണം എടുത്തിട്ട് ആ പാവപ്പെട്ടവന്റെ കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കും സർക്കാരുകൾക്കെല്ലാം അങ്ങനെ ചെയ്യേണ്ടി വരും. ശ്രീരാജൻ, അല്ല സാറേ, ഇത് പറയുന്നത് അങ്ങനെ 3.5 ലക്ഷം ജനങ്ങൾക്ക് ഇപ്പം കുടിശ്ശിക ബാക്കിയായിട്ട് 16 മാസം കുടിശ്ശിക ബാക്കിയ 3.5 ലക്ഷം ജനങ്ങൾക്ക്. കെട്ടിട നിർമ്മാണ തൊഴിലാളി 16 മാസം പൈസ ബാക്കിയാ. ആ 3.5 ലക്ഷങ്ങൾക്ക് ഈ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 3.5 ലക്ഷം വോട്ട് പേർക്ക് വരൂലേ? ശരി, എന്തായാലും 3.5 ലക്ഷം പേർക്കുള്ള കുടിശ്ശിക എനിക്കറിയില്ല. അതിനെക്കുറിച്ച് അന്വേഷിക്കാം. 3.5 ലക്ഷം പേർക്ക് കുടിശ്ശികയുള്ളതായിട്ട് പ്രതിപക്ഷം തന്നെ ഇതുവരെ എവിടെയും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അല്ല, ഞാൻ പറയല്ല, 3.5 ലക്ഷം പേർക്ക് പെൻഷൻ കുടിശ്ശിക ഉണ്ടെങ്കിൽ സ്വാഭാവികമായും കേരളത്തിലെ പ്രതിപക്ഷം അതൊരു പ്രധാനപ്പെട്ട വിഷയമായി ഉന്നയിച്ചേരെ. അതെനിക്കറിയില്ല, ഞാനത് പ്രതിപക്ഷത്തിന് ഇത് നിഷ്പക്ഷമായിട്ട് പറയും. പ്രതിപക്ഷം രാഷ്ട്രീയ പാർട്ടിക്കാർ. രാജൻ, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കൃത്യമായി അതിന്റെ കണക്കറിയില്ല. ഞാൻ രാജൻ പറഞ്ഞതിനെ തള്ളിക്കളയുന്നില്ല. ഞാനൊരു കോമൺ ലോജിക്ക് ഉപയോഗിച്ചാണ് 3.5 ലക്ഷം പേർക്ക് 16 മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നുവെങ്കിൽ സ്വാഭാവികമായും കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ ഇത് ഉന്നയിച്ചേനെ. അത് എനിക്ക് കൃത്യമായി കണക്കറിയാത്തൊരു കാര്യം, അല്ലെങ്കിൽ ഞാൻ പരിശോധിച്ചിട്ട് വേണമെങ്കിൽ ഇപ്പോൾ പറയാം. അതിനുള്ള സമയമില്ല, അതുകൊണ്ടാണ് പരിശോധിച്ചിട്ട് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് 3.5 ലക്ഷം പേരുണ്ടോ, 3.5 ലക്ഷം പേർക്ക് 16 മാസം കുടിശ്ശിക ഉണ്ടോ, അതറിയാതെ എങ്ങനെയാണ് ഞാൻ പറയുന്നത്? അല്ല സാർ, അതുപോട്ടെ, അതുകൊണ്ട് ശരി, ഓക്കെ. എന്നാൽ നമുക്ക് സമയം അവസാനിക്കാൻ പോകുന്നത് ഡെന്നിസ് കൂടിയുണ്ട്, കോട്ടയത്ത് നിന്നാണ്. ശ്രീ ഡെന്നിസ്, താങ്കളുടെ അഭിപ്രായം വേഗത്തിൽ പറയാം. നമ്മുടെ സർക്കാർ നടത്തുന്ന ജനകീയ നടപടികൾ വളരെയധികം അഭിനന്ദനങ്ങൾ അർഹിക്കുന്ന ഒരു കാര്യമാണ്. കാര്യം, ജനക്ഷേമ പ്രവർത്തനങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടെന്നുള്ളത് സർവേയിലൂടെയും മറ്റും ചെയ്യുന്നത് കൊണ്ട് യാതൊരു വിധ തെറ്റുമില്ല. ഓക്കെ, ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. എന്തായാലും ഈ വിഷയത്തിൽ രണ്ട് കൂട്ടർക്കും ഒരേപോലെ പറയാൻ കഴിയുന്ന വിഷയമാണ് എന്നെടുത്ത്. ഒന്ന്, കേരള സർക്കാരിൻ്റെ ഒരു ഭാഗത്തു നിന്ന് സർക്കാരിൻ്റെ ജയമെന്ന് പറയാമെങ്കിൽ മറ്റു ഭാഗത്ത് സർക്കാരിൻ്റെ തിരിച്ചടി നേരിട്ടതുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, പലപ്പോഴും വിഷയങ്ങൾ സമീപിക്കുമ്പോൾ ചിലരെങ്കിലും അതിനെ ബാലിശമായ രീതിയിലൊക്കെയാണ് എടുക്കുന്നത്. ഓരോ സർക്കാരിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്, സർക്കാർ എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, അതിപ്പോൾ ഏത് സർക്കാർ മാറി വന്നാലും അത്തരം കാര്യങ്ങളൊക്കെ ഹൈക്കോടതിയിൽ നിന്ന് എതിരായിട്ടൊരു വിധി ഉണ്ടായാൽ സുപ്രീം കോടതിയിൽ പോകേണ്ടി വരും. അതുകൊണ്ട് ഹൈക്കോടതിയിൽ നിന്ന് എതിരായ വിധി ഉണ്ടാകുന്ന സുപ്രീം കോടതി ഇപ്പോൾ ഈ കേസിൽ വിജയിച്ചു, എല്ലാ കേസിലും ജയിക്കണമെന്നില്ല, ചിലപ്പോൾ പരാജയപ്പെടും. അതുകൊണ്ട് പരാജയപ്പെട്ടതുകൊണ്ട് നിങ്ങൾ എന്തിനാണ് സുപ്രീം കോടതി വരെ പോയത് എന്നുള്ള ചോദ്യത്തിന് കാര്യമായ അർത്ഥമില്ല. അത് ഏത് സർക്കാരുകൾക്കായാലും അവരവരുടെ കാര്യത്തിന് അംഗീകരിപ്പിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. എന്തായാലും അതിനെ വിമർശിക്കാനുള്ള അവകാശം സ്വാഭാവികമായും ജനങ്ങൾക്കുണ്ട്, അതാവും ഉപയോഗിച്ചതെന്ന് കരുതുന്നു. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.